നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു എപ്പിസോഡായിരിക്കും. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലെ റെയിൻബോ റെസ്റ്റോറൻറ്റിലാണ്. ഒരു ഭക്ഷണത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് റെയിൻബോ. എണ്ണാൻ തുടങ്ങിയാൽ ഒരു 160-ൽ പരം വിഭവങ്ങളുള്ള ബുഫയാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടുതലും അറബിക് ടേസ്റ്റാണ് ഇവിടെ വരുന്നത്. മലയാളിയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ജോൺ സാർ, അദ്ദേഹത്തിൻ്റെ ബ്രദർ റോയ് സാർ, ഇവരിലൂടെ തുടങ്ങി ഇപ്പോൾ അടുത്ത തലമുറയിലേക്ക് എത്തി നിൽക്കുകയാണ്. റെയിൻബോയുടെ വിശേഷങ്ങൾ 78 മുതലുള്ള വിശേഷങ്ങൾ പറയാൻ വളരെ പ്രായം കുറഞ്ഞ കുമാരി ദീപ ജോണാണ് നമ്മളോടൊപ്പം ഉള്ളത്, ജോൺ സാറിൻ്റെ മകൾ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലേക്ക് തന്നെ പോകാനും ഈ റെസ്റ്റോറൻറ്റ് ശ്രദ്ധിക്കാനുമായിട്ടുള്ളൊരു കാരണം? ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കണ്ടു വളർന്നതാണ് ഡാഡിയുടെ പാഷൻ ഈ കടക്ക് വേണ്ടിയുള്ളത്. ചെറുപ്പത്തിൽ സ്കൂളിൽ വെച്ച് ഞങ്ങളുടെ സമ്മർ ജോബ്സ് ഒക്കെ ഇവിടെ ആയിരുന്നു. കട്ട്ലറി പോളിഷിങ്ങും പ്ലേറ്റ് വൈപ്പിങ്ങും അത് ഇതൊക്കെ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇൻട്രസ്റ്റ് വന്ന് ഡാഡിയുടെ പാഷൻ കണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്കും ഉള്ളൊരു പാഷനായി മാറി. 72-ലും ആണ് ഫാദർ ഇവിടെ വരുന്നത്, ഡാഡി ഇവിടെ വരുന്നത് അബുദാബിയിൽ. അപ്പോൾ എത്രയോ വർഷങ്ങളിൽ, അതായത് ഏതാണ്ട് UAE-യുടെ തുടക്കം തൊട്ട് ഇവിടെയുണ്ട്. അബുദാബിയിലാണ് ആദ്യം റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് 78-ൽ. ആ റെസ്റ്റോറൻറ്റ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്ന ആ സമയത്ത്, അവിടെ യൂറോപ്യൻ ക്രൗഡ് ആയിരുന്ന ആ സമയത്ത്. അതുകൊണ്ട് അവിടെ സ്റ്റേക്സ് ആൻഡ് മോർ യൂറോപ്യൻ ഡിഷസ് ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 85-ൽ ഞങ്ങൾക്ക് ഇവിടെ ഷാർജയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒഫീഷ്യൽ കേറ്ററേഴ്സ് ആവാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇൻ ഷാർജ, ദുബായ്, നോർത്തേൺ എമിറേറ്റ്സിൽ അറിഞ്ഞത്. പിന്നെ 1990-ൽ ഞങ്ങൾ ആദ്യമായിട്ട് ഷാർജയിലെ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങളുടെ ഷാർജയിലെ റെയിൻബോ ആണ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ ഡിഷസ് ആണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിഷ് മുതൽ തുടങ്ങാം. ഞങ്ങളുടെ ബുഫയുടെ തുടക്കം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സൂപ്പ്, സ്റ്റാർട്ടേഴ്സ് ആൻഡ് സാലഡാണ്. ഇന്നുള്ള സ്പെഷ്യൽ ഞങ്ങൾക്ക് ലെൻറ്റിൽ സൂപ്പ്, ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ആൻഡ് സീ ഫുഡ് സൂപ്പാണ്. അതുകൂടാതെ വി ഹാവ് അസോർട്ടഡ് സ്റ്റാർട്ടേഴ്സ്, മിനി പിസ്സ, മിനി മനാക്കീഷ്, സമോസ ആൻഡ് ചിക്കൻ കോക്ടെയിൽ. ഇറ്റ്സ് എ കോണ്ടിനെൻ്റൽ ബുഫേ ബട്ട് മോസ്റ്റ്ലി അറബിക് ഫ്ലേവേഴ്സ്. അതുകൊണ്ട് മനാക്കീഷ് ഇസ് അറബിക്, അങ്ങനത്തെ കുറച്ച് ചിക്കൻ റോൾ ഇസ് അറബിക്. ആൻഡ് അറബ്സ് അവർക്ക് ഇഷ്ടമുള്ള കൂടുതലും സീ ഫുഡ് സൂപ്പാണ്. ഭക്ഷണം കഴിച്ച് വേണ്ട എന്ന് തോന്നുന്നത് വരെ കഴിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതെ അതെ, അത്രയും വെറൈറ്റി ഓഫ് ഡിഷസ്. എന്തിനാണ് അത്രയും? നമുക്കൊരു 20 അല്ലെങ്കിൽ ഒരു 30-ൽ നിർത്തിക്കൂടെ ഡിഷസ്? നിർത്തായിരുന്നു, ബട്ട് ഞങ്ങൾക്ക് വി ഹാവ് ദ കപ്പാസിറ്റി ഇത്രയും സെർവ് ചെയ്യാൻ. ആൻഡ് കസ്റ്റമേഴ്സ് ലൈക്ക് ടു സീ ഇത്രയും വൈഡ് സ്പ്രെഡ് ഓഫ് ബുഫേ. അതുകൊണ്ട് അവർ വരുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. പണ്ട് പറയാറുണ്ട്, പാടിയ പാട്ട് മനോഹരം, പാടാത്ത പാട്ട് അതിമനോഹരം എന്ന് മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. അതായത് കഴിച്ച ഫുഡ് വളരെ ടേസ്റ്റ്, ഇനി കഴിക്കാനുള്ളത് അതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നാളെ വന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. സാലഡ് സെക്ഷനിൽ അറബിക് സാലഡ്സ് എന്ന് പറഞ്ഞിട്ട് അറബിക് വൈൻ ലീവ്സ് ഉണ്ട്. വൈൻ ലീവ്സ് റാപ്ഡ് സ്റ്റഫ്ഡ് വിത്ത് റൈസ് ആൻഡ് പാഴ്സ്ലി. അതുകൂടാതെ നമുക്കിവിടെ സീ ഫുഡ് കോൾഡ് സെക്ഷൻ ഉണ്ട്. ഇത് ന്യൂസിലൻഡ് ഗ്രീൻ മസിൽസ്, പ്രോൺ, അതുകൂടാതെ സാൽമൺ, കാവിയാർ, ബീഫ് കട്ട്, ചിക്കൻ, അതുപോലത്തെ കുറേ സാലഡ്സ് ഉണ്ട് ഇവിടെ. സീ ഫുഡാണ് അറബിക്സിന് ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ചും പ്രോൺസ്. അതെ അതെ അതെ, പ്രോൺസ് എല്ലാം മിക്സ്. നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നു. മസിൽസിന് ചിപ്പി, കല്ലുമ്മക്കായ, അങ്ങനെ പല പേരിൽ.
ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ജസ്റ്റ് കൂടുതൽ യോഗർട്ട് ബേസ്ഡ് പിക്കിൾസ് അങ്ങനത്തെ ഓരോ പിക്കിൾ ബേസ്ഡ് ഡിഷസ് ആണ്. നാച്ചോസ് ആൻഡ് ഫ്രഷ് ലീവ്സ് ആണ് ഇവിടെ. ആൻഡ് ദിസ് യു ക്യാൻ ആഡ് ടു എനി അതർ പാർട്ട് ഓഫ് യുവർ സാലഡ് ഓർ ഡ്രസ്സിങ് ഓർ എനിത്തിങ്. നാട്ടിൽ നിന്ന് വരുന്ന കുറേ VIPs, കുറേ ഫിലിം സ്റ്റാർസ്, പൊളിറ്റീഷ്യൻസ് ഒക്കെ റെയിൻബോയിൽ വന്ന് പതിവുണ്ട്. പണ്ട് തൊട്ടേ അവർ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും അവർ വരാറുണ്ട്. ഏതെങ്കിലും ഒരു മീൽ റെയിൻബോയിൽ ആയിരിക്കാറുണ്ട്. പിന്നെ ഔട്ട്ഡോർ കാറ്ററിങ്ങിനെ കുറിച്ച് അവിടെ അതെ, ഔട്ട്ഡോർ കേറ്ററിംഗ് ഞങ്ങൾ തുടക്കം തൊട്ട് ഉണ്ടായിരുന്നു. പണ്ട് തൊട്ട് ഞങ്ങൾക്കുള്ളത് UAE നാഷണൽസിൻ്റെ വെഡ്ഡിങ് കേറ്ററിംഗ് ആയിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സും മാർക്കറ്റ് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഞങ്ങൾ കുറേ കൂടെ കോർപ്പറേറ്റ് കേറ്ററിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് കുറേ ബാങ്ക്സ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, മൾട്ടിനാഷണൽ കമ്പനീസ് അവർക്കൊക്കെ ഡെയിലി കോർപ്പറേറ്റ് കേറ്ററിംഗ് ചെയ്യാറുണ്ട്. അതുകൂടാതെ വി ഡു വെഡ്ഡിങ്സ്, പാർട്ടീസ്, ഫങ്ഷൻസ് അതെല്ലാം ചെയ്യാറുണ്ട്. ഇതും സാലഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആൻഡ് ഇത് ഇസ് വെജിറ്റബിൾ ടെറേൻ ആൻഡ് ഇത് ഓൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സാലഡ്സ്. ഇത് ഹമൂസ്, അറബിക് ചിക്ക് പീ പേസ്റ്റും കൊണ്ട് ഉണ്ടാക്കിയൊരു ഡിപ്പാണ്. അതേപോലെ അവിടെ മുത്തബൽ, അത് ഗ്രിൽഡ് എഗ് പ്ലാന്റും കൊണ്ട് ഉണ്ടാക്കിയ ഒരു അദർ ടൈപ്പ് ഓഫ് അറബിക് ഡിപ്പാണ്. നമ്മുടെ കുബൂസ്, കുറച്ച് ക്രൂട്ടോൺസ് എന്തെങ്കിലും സാലഡിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ടോസ്റ്റഡ് നമ്മുടെ ബ്രെഡ് ആൻഡ് അസോർട്ടഡ് ബ്രെഡ് ആൻഡ് ബ്രെഡ് സ്റ്റിക്സ്. അതല്ല, സാലഡിൻ്റെ കൂടെ, സൂപ്പിൻ്റെ കൂടെ, എന്തിൻ്റെ വേണമെങ്കിലും കൂടെ, അല്ലെങ്കിൽ മെയിൻ കോഴ്സിൻ്റെ കൂടെ ആയാലും ഇത് യു ക്യാൻ ടേക്ക്. എല്ലാ ഹോട്ടൽസിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ കാണും ഇതുപോലെയൊക്കെ അതിന്റെ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ചുമ്മാ ഒരു ചന്തം എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഞങ്ങളുടെ ഷെഫ്സിന്റെ ടാലന്റും അവരുടെ ആർട്ടിസ്റ്റിക് സ്കിൽസ് കാണിക്കാനായിട്ടാണ് ഇത്. ഷെഫിന് വരയ്ക്കാൻ ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കാൻ അതന്നെ അവരുടെ ആർട്ടിസ്റ്റിക് ടാലൻസ് അവർ കാണിക്കുന്നത് അവർക്ക് കിട്ടുന്ന അവരുടെ ക്യാൻവാസ് ഇതാണ്. ഇനിയാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള മെയിൻ കോഴ്സിലേക്ക് പോകുന്നത്. ഇത് മസിൽസിന്റെ ഷെല്ലാണ്, ബട്ട് ഇറ്റ്സ് മിക്സ്ഡ് സീ ഫുഡ് സുമായി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പ്രോൺസ് മിക്സ്ഡ് ഫിഷ്, പ്രോൺ, ഷെൽഫിഷ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഷെല്ലിൽ വെച്ചിട്ട് ഒരു പ്രത്യേക പ്രിപ്പറേഷൻ. ഒരു കടലിൽ ഓടി നടന്ന ഒരു മീൻ ഇവിടെ ചട്ടിയിൽ അതേപോലെ ബേക്ക്ഡ് ഹോൾ ഫിഷ് ആണിത്. ഇത് UAE നാഷണൽസിന് ഭയങ്കര ഇഷ്ടമാണ് ഹോൾ ബേക്ക്ഡ് ഫിഷ്. അപ്പോൾ അത് അവരുടെ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനിലാണ്. നമ്മൾ ഇതിന്റെ കുക്കൊക്കെ ഇവിടെ നിന്നുള്ളവർ തന്നെയാണ്, അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരാണ്? എങ്ങനെയാണ്? ഹെഡ് ഷെഫ് ഇപ്പോഴും എൻ്റെ ഫാദർ തന്നെയാണ്. മെയിൻ റെസിപ്പീസ് ഒക്കെ ഡാഡിയുടെ തന്നെയാണ്. ഞാൻ കണ്ടു അദ്ദേഹം ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ചെറുതായിട്ട് മണം പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടോ? എപ്പോഴും കിച്ചണിലാണ് ആള്. ഹീസ് ഓൾവേസ് പ്രിപ്പയറിങ് റെസിപ്പീസ്, ഡിഷസ് എല്ലാം. അതുകൂടാതെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഷെഫ്സ് ഉണ്ട്. അവർ ഒരു അറബ് ഷെഫ് ഉണ്ട്, ഒരു ഇന്ത്യൻ ഷെഫ് ഉണ്ട്, അങ്ങനെ പല നാഷണാലിറ്റീസിലെ ഷെഫ്സ്. ഇത് നമ്മുടെ ബീഫ് ഇൻ മഷ്റൂം സോസ്. ആൻഡ് ഇതൊരു പ്രത്യേക ഇവിടെ UAE നാഷണൽസിൻ്റെ വെരി പോപ്പുലർ ഡിഷാണ് ഹരീസ്. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. മീറ്റ് പേസ്റ്റിൻ്റെ ഒരു ഡിഷാണിത്. ഇത് നമ്മുടെ കുറച്ച് ഓറിയന്റൽ ഡിഷസ് ആണ്. മിക്സ്ഡ് ഏരിയ ഓഫ് ബുഫേ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വി ഹാവ് ലാംബ് ഇൻ ഓയിസ്റ്റർ സോസ് ആൻഡ് ഫിഷ് ഇൻ ഗാർലിക്. ഫിഷ് ഇവിടെ പൊതുവെ എന്തൊക്കെ ഫിഷാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്? ഹമ്മൂറാണ് ഇവിടെ ഏറ്റവും വലിയ അവർക്ക് ഇഷ്ടമുള്ള ഫിഷ്. അതുകൂടാതെ സോഫ്റ്റ് മീറ്റ് ആണ്, വൈറ്റ് മീറ്റ് ആണ് അവർക്ക് ഇഷ്ടമാണ്. സാൽമണും ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ ഭയങ്കര പോപ്പുലർ ഡിഷാണ് സീ ഫുഡ് തെർമഡോർ എന്ന് പറഞ്ഞിട്ട്. ഇത് പോപ്പുലർ അമോങ് UAE നാഷണൽസ്, എക്സ്പാട്രിയേറ്റ് ക്രൗഡ് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻ ഡിമാൻഡ് ഡിഷാണ്. ഇത് അഗൈൻ മിക്സ്ഡ് സീ ഫുഡ് ആണ് വിത്ത് ക്രീം സോസ് ആൻഡ് ബേക്ക്ഡ് വിത്ത് ചീസ്. ഒരു ഭയങ്കര റിച്ച് ഹെവി ഡിഷാണ്. ഇത് കുറച്ച് കഴിച്ചാൽ മതിയാവും. ഇത് ചിക്കൻ. ഇത് നമ്മുടെ ഓറിയന്റൽ കുക്ക്ഡ് ചിക്കൻ വിത്ത് ഓറിയന്റൽ റൈസ്. ഇവിടെ ഓറിയന്റൽ എന്ന് പറയുന്നത് UAE നാഷണൽ പ്രിപ്പറേഷൻ ഓഫ് റൈസ് ആണ്. അങ്ങനത്തെ അറബ്സിന് അവരുടെ ഒരു ഭക്ഷണ രീതി കുറേ പേര് കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ മൊത്തത്തിൽ കുക്ക് ചെയ്തിട്ട് വെച്ച്. അതന്നെ അവരുടെ ഇതിപ്പോൾ വേറെ കുറേ പോപ്പുലർ ഡിഷസ് ഉള്ളത് ഊസി എന്നും പറഞ്ഞിട്ടാണ്. ഹോൾ റോസ്റ്റ് ലാമ്പ്, അത് ഭയങ്കര പോപ്പുലറാണ് എല്ലാവർക്കും. അതിൽ നിന്ന് അവർക്ക് കാവ് ചെയ്തെടുക്കാൻ ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ. ഇന്നിപ്പോൾ ഉള്ളത് നമുക്ക് റോസ്റ്റ് ബീഫാണ്, ലെഗ് ഓഫ് റോസ്റ്റ് ബീഫ് ആൻഡ് അതിൻ്റെ കൂടെ റുമാൻ റൈസ് എന്നും പറഞ്ഞിട്ട് വിത്ത് ഡ്രൈഡ് പോമഗ്രാനറ്റ്സ്. ഇത് നമ്മുടെ റോസ്റ്റ് ടർക്കി,
റോസ്റ്റ് ടർക്കി ഇൻ ടർക്കി ബ്രോത്ത് സോസ് തന്നെ. ഇത് ഞങ്ങളുടെ ഇറ്റാലിയൻ ചിക്കൻ പാസ്ത. ഇത് റോസ്റ്റ് ഡക്കാണ് ഞങ്ങളുടെ. വീണ്ടും ഒരു ബാർബിക്യൂ സോസിലാണത്. നമ്മള് എന്തെല്ലാം കോഴി, ടർക്കി, ബീഫ്. ആൾക്കാര് ഭക്ഷണം കണ്ടിട്ട് തന്നെ വയറ് നിറയാറുള്ളതാണ്. അപ്പൊ ചെലവാകണ്ടല്ലേ, കണ്ട് വയറ് നിറഞ്ഞിട്ട് ബില്ല് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണല്ലേ. ഇത് കുറച്ചുകൂടെ നമ്മുടെ ഓറിയന്റൽ മിക്സ്ഡ് സീ ഫുഡ് ഗ്രില്ലാണ്. അത് ചൈനീസ് പ്രിപ്പറേഷൻ. ഇത് ചിക്കൻ വിത്ത് സ്പിനിച്ച്. ഞങ്ങളുടെ ഷെഫ്മാർ ഓരോന്നും അവർക്ക് പറ്റുന്ന പോലെ ന്യൂ ഡിഷസ് ട്രൈ ചെയ്യണതും അതാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഡിഷാണ്. അതെ അതെ അതെ, സ്പിനിച്ച് ചിക്കൻ എന്നും പറഞ്ഞിട്ട്. ഞങ്ങളുടെ തന്തൂരി ചിക്കൻ, റെയിൻബോ ചിക്കൻ എന്നാണ് ഞങ്ങൾ ആക്ച്വലി അതിന് ഇപ്പൊ പറയണേ. ഞങ്ങളുടെ പ്രത്യേക സ്പൈസസും മാരിനേഡും കൊണ്ട് ഗ്രിൽ ചെയ്യുന്ന ചിക്കനാണത്. അതപ്പോൾ ഭയങ്കര പോപ്പുലറായി. ആൾക്കാർ അത് മാത്രം മേടിച്ച് കഴിക്കാറുണ്ട്. ആ റെസിപ്പി ഞങ്ങളുടെ മാത്രം സീക്രറ്റ് ആണ്. അതുകൂടാതെ സീ ഫുഡ് ആൻഡ് അത് ചിക്കൻ മന്തി. മന്തി ഇവിടുത്തെ ഭയങ്കര ഒരു പോപ്പുലർ ഡിഷാണ്. ഏതാണ്ട് പ്രേക്ഷകർക്ക് ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു കണ്ടിട്ട് ഇത്രയും വിഭവങ്ങൾ എങ്ങനെ ഒരു കഴിക്കുമെന്നുള്ളത്. ഇനിയുള്ള നമുക്ക് ചിക്കൻ ക്രെപ്സ് ആണ്. ക്രെപ്പ് ബേസ് വിത്ത് ചിക്കൻ ഫില്ലിംഗ് ആൻഡ് ടോപ്ഡ് വിത്ത് ചീസ്. അങ്ങനത്തെ ഒരു ഡിഷാണ്. റെയിൻബോ എന്ന പേര് തന്നെ 7 നിറമാണ്. പക്ഷേ ഇവിടെ 700 നിറങ്ങളാണ് നമ്മൾ കാണുന്നത്. 7 കളേഴ്സ് അല്ല. അതന്നെ. ഇതപ്പോൾ സ്റ്റഫ്ഡ് കൂസ എന്നും പറഞ്ഞിട്ടാണ്. ഇതൊരു അറബിക് പോപ്പുലർ ഡിഷാണ്. അവരുടെ കൂസ സ്റ്റഫ്ഡ് വിത്ത് അറബിക് സോസും ഒക്കെ സെർവ് ചെയ്തിട്ട്. ഇത് ബാർബിക്യൂ ചിക്കൻ വിങ്സ്. ചിക്കൻ തന്നെ വി ഷേപ്പിൽ. അത് തന്നെ വിങ്സ് ആയിട്ട് തന്നെ വെച്ചേക്കുന്നത്. ഇത് ഒരു ഇറ്റാലിയൻ പ്രിപ്പറേഷൻ ഓഫ് ബേക്ക്ഡ് ഫിഷ് ആണിത്. റൈറ്റ് നെക്സ്റ്റ് വിത്ത് ഞങ്ങൾ എഗ് നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് ടു ബേസിക്സ് റൈസ്, ദാൽ ആൻഡ് ചിക്കൻ കറി. കംഫർട്ട് ഫുഡ് പോലെ. ഹെവി ഫുഡ് ഒക്കെ കഴിഞ്ഞു. അതെ അതെ. ഇനിയിപ്പോൾ നമുക്ക് സ്വീറ്റ് ഡിസേർട്ട് സെക്ഷനിലേക്ക്. ഡിസേർട്ട് സെക്ഷൻ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് വിശാലമായിട്ടൊന്ന് നോക്കും. നമുക്കൊരു സെപ്പറേറ്റ് ബേക്കറി തന്നെ ഉണ്ട്. വേണ്ടി വരുമല്ലോ, കാരണം ചെയ്യണമെങ്കിൽ ഇത്രയും. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു മാളിൽ പോയാൽ, നല്ലൊരു മാളിൽ പോകുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാം കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എല്ലാം കഴിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3 ദിവസത്തേക്കായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വന്ന് കഴിക്കാം. ഫ്രൂട്ട് സാലഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ്, പേസ്ട്രീസ് എല്ലാം ഞങ്ങളുടെ ബേക്കറിയിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതാണ്. സ്വന്തം എല്ലാം. ഞങ്ങളുടെ ബ്രെഡ് മുതൽ ഞങ്ങളുടെ ബേക്കറിയിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യണത്. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുഡിങ്സ്, മാംഗോ. ഞങ്ങൾ കേക്ക്സിൻ്റെ ഓർഡേഴ്സ് എടുക്കാറുണ്ട് കേക്കിന് വേണ്ടി. അവർക്ക് വല്ല സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നെ ഓരോ ഒക്കേഷന് വാലന്റൈൻസ് ഡേ ആണെങ്കിൽ ഞങ്ങളുടെ ഫുൾ ബുഫേ വാലന്റൈൻസ് തീം ആവാറുണ്ട്. നാഷണൽ ഡേ ആണെങ്കിൽ ഞങ്ങളുടെ ഫുൾ ബുഫേ ഞങ്ങൾ എമറാത്തി ഡിഷസ് ആക്കാറുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഡിഷസും ഡിസേർട്ട്സും എല്ലാം. അതിനനുസരിച്ച് എപ്പോഴും ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മെനുവും റെസിപ്പിയും. മദേഴ്സ് ഡേ ആണെങ്കിൽ അന്ന് ഒരു അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും. അത് തന്നെ, മദേഴ്സ് കുക്ക്ഡ് ഫുഡ് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും അന്നത്തെ. വീണ്ടും തീർന്നിട്ടില്ല. നമുക്ക് അസോർട്ടഡ് ടാർട്ട്സ്, കപ്പ് കേക്ക്സ് ആൻഡ് കേക്ക് പോപ്സ്. ചിലപ്പോൾ ഒരു പക്ഷേ നാട്ടിലിരിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു വിസ എടുത്താലോ എന്ന് തോന്നിയാൽ അത്ഭുതമില്ല. മോർ ദാൻ വെൽക്കം. അങ്ങനെ വരുന്നവർക്ക് എന്തെങ്കിലും കൺസെഷൻ കൊടുക്കണം. ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്, ലൈവ് കുക്കിംഗും ഉണ്ട്. ലൈവ് കുക്കിംഗും ഉണ്ട്. മിക്സ്ഡ് ഗ്രിൽ സെർവ്ഡ് അറ്റ് യുവർ ടേബിൾ. സ്റ്റീമിംഗ് ഹോട്ടും ഉണ്ട്. ഇത് ബുഫേയിൽ ഇടാത്ത കാര്യം, ഇത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ് ഫോർ ഈച്ച് കസ്റ്റമർ. അപ്പോൾ അവർ വരുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഇറ്റ്സ് സെർവ്ഡ് ഹോട്ട്. അടിയിൽ ദെയർസ് കോൾ ടു കീപ് ഇറ്റ് ഹോട്ട് ആൻഡ് ഫ്രഷ്. ലൈവ് കുക്കിങ്ങിന്റെ സെക്ഷൻ വേറെ സെക്ഷൻ ആണ്. ലൈവ് കുക്കിങ്ങിന്റെ ഏരിയ ആണല്ലേ. ബുഫേ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യും. അതെ, മെയിൻ കോഴ്സിന്റെ ഒപ്പത്തിൽ ഇത് തന്നെ നമുക്ക് വന്ന് ചൂസ് ചെയ്യാം. ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ന് നമുക്കുള്ള ഹമൂർ, സാൽമൺ, പ്രോൺ ആൻഡ് ക്രീം ഡോറി ഫിഷ് ആണ്. അതുകൂടാതെ അത് ഇഷ്ടമുള്ള മാരിനേറ്റിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സ്പൈസി അല്ലെങ്കിൽ ഓൺലി ലെമൺ, ഗാർലിക് അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ഗ്രിൽ. അത് ഓരോ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫ്രഷ് ഓൺ ദ സ്പോട്ടാണ്. സത്യത്തിൽ ഇത്രയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. ചോദിച്ചാൽ അധികപ്പറ്റാകുമോ എന്നറിയില്ല. എങ്കിലും ഇത് ഒരു ഡിഷിന് 1 ദിർഹം വെച്ച് എണ്ണിയാൽ തന്നെ കുറച്ചും കൂടുതലാവില്ല. ആക്ച്വലി എത്രയാണ് ഇത്? എല്ലാം കൂടിയിട്ട് ഞങ്ങളുടെ ബുഫേയുടെ പ്രൈസ് ഇസ് ഓൺലി 84 dirhams. വളരെ ഇതിനകത്ത് കയറുന്നതിന് കൊടുക്കണേ 84 ദിർഹം, പിന്നെ കഴിക്കുന്നതിന് ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമൂറാണോ? അതെ, അവിടെ ഹമൂർ,
salmon and prawns. 3 items. 3 ഐറ്റത്തിൻ്റെ അതിന് കോമ്പിനേഷൻ ആണോ അതോ സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റും ആവാം, ആൾക്കാർക്ക് അത് കോമ്പിനേഷൻ ആയിട്ടും ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള പോലെ. ഈ ലൈവ് കുക്കിങ്ങിൽ എത്ര ഡിഷസ് ഉണ്ടാവും സാധാരണ? ലൈവ് കുക്കിങ്ങിൽ അവർ ചൂസ് ചെയ്യാം അവർക്ക് ഏതൊക്കെ ഡിഷസ് വേണം. അന്നത്തെ എന്താണ് ഞങ്ങൾക്ക് എല്ലാ റോ മെറ്റീരിയൽസ് അത് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് അവർക്ക് ചൂസ് ചെയ്യാം അവർക്ക് എന്ത് സീ ഫുഡ് വേണം, അല്ലെങ്കിൽ ലാംബ് ചോപ്സും കൊടുക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് ചൂസ് ചെയ്യാം. ഹോട്ട് ഡിഷസിലേക്കാണ് ഇതിൽ മിക്സ് ഓഫ് ഇന്ത്യൻ. ഉമാലിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ഉമാലി ഇവിടുത്തെ അറബിക് ഒരു വെരി ഫേമസ് ഡിസേർട്ടാണ്. ഇറ്റ്സ് ഒറിജിനലി മെയ്ഡ് വിത്ത് റിഗാഗ് എന്ന് പറയുന്ന അറബിക് ബ്രെഡ് ആൻഡ് ക്യാമൽ മിൽക്കും കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു പുഡിംഗ്, ഒരു ഡിസേർട്ട് പോലെ. പലതും കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇറ്റ്സ് അപ്പോൾ മിൽക്ക് ബേസ്ഡ് വിത്ത് ഈ റിഗാഗ് അറബിക് ബ്രെഡ്. ആണല്ലേ? യെസ്, പായസം പോലെ. പായസം പോലെ ഓൾമോസ്റ്റ് അത് തന്നെ, അവരുടെ വേർഷൻ ഓഫ് പായസം. നമ്മളങ്ങനെ റെയിൻബോയെ കുറിച്ച് പറഞ്ഞു. സൂപ്പിൽ തുടങ്ങി നമ്മൾ മധുരത്തിൻ്റെ, അതായത് എത്ര ഒരു സൈഡ് കംപ്ലീറ്റ് മധുരമാണ്. ഓക്കെ, അപ്പോൾ വളരെ മധുരത്തിൽ അവസാനിച്ചു. റെയിൻബോയിൽ നെക്സ്റ്റ് ജനറേഷനായിട്ടാണ് ദീപ വരുന്നത്. ഇനി ദീപയുടെ പരിഷ്കാരങ്ങൾ ഇവിടെ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കുറേ ന്യൂ ടൈപ്പ് ഓഫ് ക്വിസീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറേ ഡിഷസ്, ചേഞ്ചസ് ഇൻ മെനു. അതുകൂടാതെ ഞങ്ങൾക്ക് കുറച്ച് ന്യൂ സ്റ്റൈൽ ഓഫ് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കുറച്ച് ഇതും, പിന്നെ മാർക്കറ്റിംഗ് സ്റ്റൈൽ ഞങ്ങളുടെ ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനത്തെയൊക്കെ കുറച്ച് പുതിയ ഈ ന്യൂ ജനറേഷൻ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുവരെ അഡ്വർടൈസിങ് ഉണ്ടായിട്ടില്ല, വെബ്സൈറ്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനും എൻ്റെ സിസ്റ്റർ വന്നിട്ടാണ് ഞങ്ങൾ അതൊക്കെ തുടങ്ങിയത്. കുറച്ചും കൂടെ ഹൈടെക് എന്ന് പറയാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് കറന്റ് റെലവെന്റ് ടെക്നോളജി ആയി. ഇത്രയും സമയം ഫുഡിനെ കുറിച്ച് എല്ലാം സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പുതിയൊരു വാക്ക് പഠിച്ചു. നാങ്കൾ എന്ന് പല പ്രാവശ്യം പറയുന്ന കേട്ടു. ഞങ്ങളെന്നാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പൊ നാങ്കൾ ഈ റെയിൻബോയിലെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും വിഭവങ്ങൾ കണ്ട് ആദ്യം വയറ് നിറയ്ക്കുക, പിന്നെ കഴിച്ച് വയറ് നിറയ്ക്കുക. അനുഭവിക്കാനുള്ളവർ, ഇത് ആസ്വദിക്കാനുള്ളവർ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് ലുലു വില്ലേജിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ താമസിക്കുന്നത് അൽദിയാർ ഓട്ടോ റിപ്പയറിങ്ങിൻ്റെ ഉടമ സന്തോഷും അദ്ദേഹത്തിൻ്റെ ചെറിയ കുടുംബവുമാണ്. തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ രണ്ടുപേരും, നിങ്ങൾ 4 പേരും അടങ്ങുന്ന സന്തോഷ കുടുംബം 11 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു അല്ലേ? കുടുംബമായിട്ട് ഇവിടെ തന്നെ 11 വർഷമായിട്ട്. എങ്ങനെ ഒരുമിച്ച് തന്നെ എല്ലാവരുമായിട്ട്. എങ്ങനെയുണ്ട് 11 വർഷത്തെ ലൈഫ്? ലൈഫ് കുഴപ്പമില്ല. 11 വർഷത്തെ ലൈഫ് കുടുംബം കൂടിയുള്ളതുകൊണ്ട് ഒരു സന്തോഷം. അതെ. പിന്നെ ബിസിനസ് കാര്യങ്ങളിൽ ഇടയ്ക്ക് വരാറുണ്ടോ? ബിസിനസ് കാര്യത്തിൽ അവിടെ വരും എന്ന് വെച്ചാൽ ഞാൻ ഈ എപ്പോഴും പുറത്ത് അവിടെ വർക്ക്ഷോപ്പിൽ കുറവായിരിക്കും. ഒന്ന് ട്രാവലിങ്ങിൽ എന്തെങ്കിലും വാങ്ങാൻ അതിനൊക്കെ അപ്പം കൂടുതലും അവിടെ ഉണ്ടാവും. അതെ. മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് ഫ്രീ ആണല്ലോ, അപ്പൊ പിന്നെ എന്റെ കൂടെ അവിടെ വന്നിരിക്കും. പേര്? ഐശ്വര്യ. ഐശ്വര്യ റായ് അല്ല, ഐശ്വര്യ. തൃശ്ശൂർ തന്നെയാണ് സ്ഥലം? തൃശ്ശൂർ അന്തിക്കാടാണ്. ചാലക്കുടിയും അഞ്ചിക്കാടും തമ്മിൽ എത്ര ദൂരമുണ്ട്? കുറേ ദൂരമുണ്ട്. കുറച്ച് ദൂരമുണ്ട്. തൃശ്ശൂർ തന്നെയാണോ? നിങ്ങൾ സംസാര ഭാഷയൊക്കെ തൃശ്ശൂർ പോലെ തന്നെയാണ്? തൃശ്ശൂർ തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ എന്തുട്ടാന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല? ഇവിടെ വന്നിട്ട് മാറ്റമൊന്നുമില്ല. അവിടെ എന്ത് പഠിക്കുകയായിരുന്നു, ജോലി ചെയ്യായിരുന്നു? അല്ല, പഠിപ്പ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. അപ്പൊ 11 വർഷം എന്തോ ഒരു നഷ്ടം പോലെയാണല്ലോ പറയുന്നത്. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം ഒരു വിഷമം പോലെ. അല്ല, പഠിപ്പിന്റെ കാര്യം ചോദിച്ചു പറഞ്ഞതാണ്. ഇവിടെ വന്നിട്ട് 11 വർഷം കൊണ്ട് ദുബായ് എന്താന്ന് മനസ്സിലാക്കിയത്? നമ്മുടെ നാടിന്റെ അത്ര ഇല്ല, ചെറിയൊരു രാജ്യമാണ്. എന്താ അറിയോ, അധികം കാണാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതലും. നമ്മുടെ നാട് തന്നെ നല്ലത്, ദുബായ് ഒന്നുമല്ല. ദുബായ് വലിയതാണെന്ന് പുറമേ നിന്നുള്ളവർക്ക് തോന്നുന്നു. ഇവിടെ കൂടുതലും കെട്ടിടങ്ങളല്ലേ. നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടേതായ പ്രകൃതി ഉണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ് അവിടെ അല്ലേ? അതാണ് ഇഷ്ടം. സത്യനന്ദിക്കാന്റെ വീടിനടുത്താണോ? അപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കായിരുന്നല്ലോ, പിന്നെ ദുബായിലോട്ട് വന്നു? അതും നമ്മള് ഓരോരുത്തർക്ക് ഓരോന്നല്ലേ. നമുക്ക് ഓട്ടോ റിപ്പയറിംഗ് ആണ്. അത് ശരി. അപ്പൊ സത്യത്തിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് എല്ലാവർക്കും സിനിമ എന്ന് പറഞ്ഞ ഒരു കളർഫുൾ വേൾഡാണ്. സാറ് കെട്ടിക്കൊണ്ടുവന്ന ആഗ്രഹത്തെ നശിപ്പിച്ചു. ഇല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ശരി ശരി. പിന്നെ നാട്ടിലേക്ക് പോകാറുണ്ട്? ഇപ്പം നാട്ടിൽ പോകാറുണ്ട്. സിസ്റ്റേഴ്സിന്റെ 2 കല്യാണത്തിന് നാട്ടിൽ പോയിരുന്നു. ഇവിടെ പൊതുവെ ഇവിടെയുള്ള ലൈഫ് ബാക്കി സമയങ്ങളിലൊക്കെ എങ്ങനെയാണ്? അവിടെ ഇവിടെ കൂട്ടുകാരുണ്ട്,
അത്യാവശ്യം കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ. അങ്ങനെ ഒരു തൃശ്ശൂർ പോലെ തന്നെ അല്ല, ഇവിടെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. തിരുവനന്തപുരക്കാരുണ്ട്, തലശ്ശേരി, അങ്ങനെ കുറേ പേരുണ്ട്. കൂടുതലും എന്താ പറയുക, ആത്മീയ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. ആത്മീയ പ്രവർത്തനം അവരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. മീൻസ് അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് അറബിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഫാമിലി കുറച്ച് പേർക്ക് ട്യൂഷൻ. ഞങ്ങളിപ്പോ എഴുതാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആളിപ്പോ നാട്ടിൽ പോയിരിക്കും, അതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അല്ല, അക്ഷരമാല തൊട്ട് തുടങ്ങണോളൂ. പിന്നെ ആള് ഇല്ല, അങ്ങനൊന്നും അറിയില്ല. അതൊന്നും എനിക്കറിയില്ല. പേര് അസ്സലാമലൈക്കും അങ്ങനെയല്ല. അപ്പൊ അലിഫ് ബാത്താസ അങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരമാലയാണ് അത്. അപ്പോൾ അത് പഠിപ്പിച്ചു. പിന്നെ ആള് ഖുറാൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാരൻസിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. സിനിമയിലാണ് തൃശ്ശൂർ സ്ലാങ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അല്ല, ലാലേട്ടൻ്റെ ഫിലിമിലാണ്. സോറി, എനിക്ക് മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം. തൂവാനത്തുമ്പികൾ. അതിൽ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ ആ സിനിമയൊക്കെ കൊച്ചുങ്ങളായിരുന്നു, അതുകൊണ്ട് അറിയത്തില്ല. ഇല്ല, ഞാനും കൊച്ചായിരുന്നപ്പോഴായിരുന്നു സിനിമ. ഇനി നമുക്ക് മക്കൾ 2 കുസൃതികൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഹലോ, പല്ലില്ലാത്ത അമ്മമ്മേ. പൊട്ടിച്ചോളാം ഞാര് അമ്മയും കൂടെ. ടിവിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്ന അച്ഛൻ പുട്ടു എല്ലാരും കൂടെ ചേർന്ന് പല്ല് തല്ലി പൊട്ടിച്ചാണ്. ഇത് പിന്നെ ബാലപീഡനത്തിന് കേസെടുക്കേണ്ട കാര്യമാണല്ലോ ഇത്. കൊച്ചുകുട്ടികളുടെ പല്ലൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും കൂട്ടും കൂടെ ചേർന്ന് തല്ലി പൊട്ടിക്കാന്ന് പറഞ്ഞാൽ. മോളുടെ പേരെന്താ? അനുഷ്ക. അനുഷ്ക, പേരിനൊന്നും ഒരു കുറവില്ല. എന്താ പഠിക്കുന്നോ? എന്ത് പഠിക്കുന്നു? KG2-ലാണല്ലേ? സ്കൂൾ ഏതാ? മോന്റെ പേരെന്താ? അശ്വിൻ. അശ്വിൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ സ്കൂളിൽ. ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. എവിടെയാ അത്? സിൽക്കൺ ഓയസിസിൽ. സിൽക്കൺ ഓയസിസ്. ഏത് ക്ലാസ്സിലാ? 4ാം സ്റ്റാൻഡേർഡിൽ. 4 അല്ലേ? ഓക്കെ. പറഞ്ഞാൽ എന്താ സ്പോർട്സ് ഇവിടെ ട്രോഫി ഒക്കെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം അശ്വിന് കിട്ടിയാണ്. എന്താണ്? റൈസാ? റേസിംഗും ബാസ്കറ്റ്ബോളും. ബാസ്കറ്റ്ബോൾ കളിക്കും സ്കൂളിലുണ്ട്. നന്നായിട്ട് കളിക്കുമോ? അതിന് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. ശരി, വളരെ സന്തോഷം. നിങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ച് നല്ല ഭക്ഷണവും കഴിച്ചു. പക്ഷേ എങ്കിലും മറുനാട്ടിലെ ഏത് മലയാളി കുടുംബത്തിൽ പോയാലും മലയാളത്തിൽ ഒരു വാക്ക് ഞാൻ തെറ്റാതെ പറയാനായിട്ട് ആവശ്യപ്പെടും. അത് ഞങ്ങളുടെ പ്രോഗ്രാമിന് നിർബന്ധമാണ്. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ എന്ന് തെറ്റാതെ 3 പ്രാവശ്യം പറയണം. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. എന്തുട്ടാ പറ്റാത്ത? അലറലോട് ആലയിൽ കാലികൾ, അത്രേ ഉള്ളൂ. ആലയിൽ കാലികൾ. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. എനിക്ക് പറ്റല്ലേ? എന്താണ്? അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. അലറലോട് വേണ്ട, അങ്ങനെ സോറി പറഞ്ഞു തോറ്റു പിന്മാറി. ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞു. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. നിങ്ങൾ അലറലോട് അലറലാണ് ആലയിൽ കാലികൾ. ഇനി പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൽ വന്ന് അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നില്ല. വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൂടെ. ഇത് ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആൻഡ് റെന്റ് എ കാർ, ദുബായിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ്. അപ്പോൾ ക്രീക്ക് നൽകുന്ന ഒരു ചെറിയ സമ്മാനം. വളരെ സന്തോഷം. താങ്ക് യു. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ, കദളി ചെങ്കദളി പൊൻകദളി പൂവേണോ, കവിളിൽ പൂമകമുള്ളൊരു പൂവേണോ പൂക്കാര. ഡെസർട്ടിലൂടെ ഫൺ ഡ്രൈവിന് പോകുന്ന നിരവധി വാഹനങ്ങളാണ് നമ്മുടെ പുറകിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൗതുക കാഴ്ചകൾ മലനാട്ടിലെത്തിക്കുന്നു. മറുനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുക, സമ്മാനങ്ങൾ നേടുക.